ഇസ്ലാമിൽ 2 ആഘോഷം പഠിപ്പിച്ചു, മൂന്നാമതൊരാഘോഷം പഠിപ്പിച്ചിട്ടില്ല ഒരു കാലത്തും. അതുകൊണ്ട് തന്നെ ലോക ചരിത്രത്തിൽ ജന്മദിനം ആഘോഷിച്ചവർ ആരൊക്കെയായിരുന്നു? ഫാത്തിമിയാക്കളും ഉബൈദിയാക്കളും. പിന്നീട് ബഹുഭൂരിഭാഗം വരുന്ന ഷിയാക്കളായിരുന്നു, ഖബറാരാധകരായ ബറേൽവികളായിരുന്നു, സൂഫികളായിരുന്നു. ഇന്നും ബിദ്അത്തിൻ്റെതായ ധാരാളം കക്ഷികൾ ലോകത്തിന്റെ പല മുക്കുമൂലകളിലും ചെയ്യുന്നുണ്ട്. നബിദിനാഘോഷം നടത്താത്തവർ ആരൊക്കെയായിരുന്നു? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. ആഘോഷിക്കാത്തവരുടെ ലിസ്റ്റ് 2, 4 ഖലീഫമാർ, 3, 2 ലക്ഷത്തിലധികം വരുന്ന സ്വഹാബത്ത് ഒരിക്കൽ പോലും ഒരു വർഷത്തിൽ പോലും ഇത്തരം ഒരാഘോഷം കൊണ്ടുവന്നിട്ടില്ല. 2 ലക്ഷത്തിലേറെ സ്വഹാബത്തിന് പ്രവാചക സ്നേഹല്ലേ? അവർക്ക് ദീന് പഠിക്കാൻ പറ്റിയിട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ ചരിത്രം വായിച്ചോ? ആർക്കും മലയാളത്തിൽ വായിക്കാൻ കിട്ടും. ഹദീസ് പണ്ഡിതന്മാരായ ഇമാം ബുഖാരിയെ പോലുള്ള പണ്ഡിതന്മാരെ എടുത്ത് വായിച്ചോ? അഹ്ലുസുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരെ എടുത്തു വെച്ചോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ഞാനും നിങ്ങളും അവരുടെ കൂടെയാണ്, സ്വഹാബത്തിന്റെ കൂടെയാണ്, പ്രവാചകന്റെ കൂടെയാണ്, ഖലീഫമാരുടെ കൂടെയാ. എന്തുകൊണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കാലം കഴിഞ്ഞാൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോ അലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, ഖുലഫാഉർ റാഷിദുകളായ പിൽക്കാലത്ത് വരുന്ന ഏറ്റവും നല്ല റാഷിദീങ്ങളുടെ മാർഗം നിങ്ങൾ പിൻപറ്റാൻ ശ്രമിക്കണം. സഹോദരങ്ങളെ, നമുക്ക് ആരോടും എതിർപ്പും വാശിയും ഒന്നുമില്ല. ഞാൻ ഒന്ന് കാര്യം പറയട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഈ ഒരു ആഘോഷം ഇവിടെ നാട്ടിൽ വരുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മൂന്നാമതൊരു ആഘോഷം ദീനിൽ കൊണ്ടുവരുന്നു. സ്വാഭാവികമായും ദീനിൽ ഇല്ലാത്ത ഒരു ആഘോഷം വന്നാൽ എന്താ സംഭവിക്കുക? ഇല്ലാത്ത പലതും അതിൽ കൂടി വരും. മീലാദ് ബൾബുകൾ വന്നു, മീലാദ് കേക്കുകൾ മുറിക്കാൻ തുടങ്ങി. ഇവർക്ക് എത്തിയിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മുടെ കേരളത്തിന് പുറത്തുള്ള പലയിടത്തും ബറേൽവികളായ ആളുകൾ ഹാപ്പി ബർത്ത്ഡേ മീലാദുൻ നബി എന്ന് പറഞ്ഞ് വലിയ കേക്കുകൾ മുറിച്ച് വായിലേക്ക് തിരികെ കൊടുക്കുന്ന രംഗങ്ങൾ കയറി വന്നു. കേക്ക് ഊറ്റാണോ എന്ന് ചോദിച്ചാൽ കേക്കല്ല പ്രശ്നം, അതിന് ഒരു ജന്മദിന ആഘോഷത്തിന്റെ പേര് നബിന്റെ ബർത്ത്ഡേയും പറഞ്ഞ് കൊണ്ടുവരാൻ തുടങ്ങി. ബാംഗ്ലൂരിൽ ഉണ്ണി യേശുവിന് പകരമായി ഉണ്ണി മുഹമ്മദിനെ കൊണ്ടുവന്നു. ക്രിസ്മസിന്റെ പുൽക്കൂടിന് പകരമായി റബീഉൽ അവ്വലിന്റെ മീലാദ് പുൽക്കൂടുകൾ ഉണ്ടാക്കി വെച്ചു. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി മറ്റു മതസ്ഥരുടെ ആചാരങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. ഇനി എവിടേക്കത് എത്തിപ്പെടുമെന്ന് ആലോചിക്കുക. 2, മദ്ഹ് എന്ന പേരിൽ പ്രവാചകനെ പാടി പ്രശംസിക്കുകയാണെന്ന പേരിൽ പറയാൻ പാടില്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളുലകൽ ജമ്മൽ ഗഫീറു, നബിയെ അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. നമ്മൾക്ക് നബിന്റെ അടിമയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫജുദിനാ യാ റസൂലല്ലാഹ്, ഫജുദി യാ റസൂലല്ലാഹി മിൻകാ ബിറഹ്മത്തിൻ ലിഅബ്ദിൻ നസീരിൻ ബിദ്ദുനൂബി മുസർവലി, പാപിയായ ദോഷിയായ അടിമയാണ് റസൂലേ, അങ്ങയുടെ കാരുണ്യം എനിക്കു തരണേ. നമ്മൾക്ക് അള്ളാഹിനോട് റഹ്മത്ത് ചോദിക്കണ്ട്. ഇതൊക്കെ നേരെ നബിനോട് ചോദിക്കാൻ തുടങ്ങി. ഒക്കെ പാട്ടാണ്, മദ്ഹാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ അനാം മൗലിദിൽ കാണാം, ഫഅഗ്സിനി വഅജ്രിനി യാ മുജീറു മിനസ് സഈർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കുന്ന നബിയേ, ഞങ്ങളെ രക്ഷിക്കണം, നരകത്തിൽ നിന്ന് കാക്കണം. നമ്മൾ എന്താ പ്രാർത്ഥിക്കല്? അല്ലാഹുമ്മ അജ്രിനി മിനന്നാർ. തിരിച്ചു നബിനോട് ചോദിക്കാൻ തുടങ്ങി. അർത്ഥം അറിയാത്തതുകൊണ്ട് നമ്മൾ കുറെ സാധാരണക്കാർ പാവങ്ങൾ ഇതൊക്കെ നല്ലതാന്ന് വിചാരിച്ച് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അവനവന്റെ പരലോകം ആലോചിക്കുക. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ലാന്നും വിലക്കിയതുമായ പല കാര്യങ്ങളും നാട്ടിൽ നടക്കുകയാണ്. പണ്ടൊക്കെ ഒരു റബീഉൽ അവ്വൽ 12 മാത്രമായിരുന്നു. ഇതിപ്പോ വിളംബര റാലി എന്ന് പറഞ്ഞിട്ട് 1-2 ബ്ലോക്ക്, നാടായ നാടും റോഡായ റോഡും മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ട് നബിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന വിളംബര റാലി, അത് കഴിഞ്ഞിട്ട് അടുത്ത റാലി, അടുത്ത മഹലിന്റെ റാലി, പിന്നെ കൂട്ട റാലി, പിന്നെ ജില്ലാ റാലി, എല്ലാം കൂടെ ആയി. എന്താ അവസാനം സംഭവിക്കുന്നത്? ഒരു പ്രവാചകന്റെ തെരുവിൽ ആളുകൾ നീരസത്തോടെ വെറുപ്പോടെ വിലയിരുത്താൻ തുടങ്ങുന്നു.
ശരി, കഴിഞ്ഞില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിലക്കിയ നിന്നും നടന്നും തിന്നുന്നും കുടിക്കുന്ന രംഗങ്ങൾ ഇങ്ങനെ പരസ്യമായി കൊണ്ടിരിക്കുക. മ്യൂസിക്കിന്റെ അകമ്പടി കിട്ടുന്ന നല്ല മുട്ടും പാട്ടും DJ പാർട്ടി വരെ നബിദിന റാലികളിൽ നടന്നു. നിങ്ങൾക്ക് എന്നോട് എന്ത് വെറുപ്പ് തോന്നിയാലും സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ശ്രദ്ധിക്കണം, ഏതൊരാൾക്കും ഇങ്ങനെ രംഗം പച്ചക്ക് കാണാൻ സാധിക്കും. എവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്? 4 റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലില്ലാത്ത ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാത്തവരെയെല്ലാം പ്രവാചക സ്നേഹമില്ലാത്തവരാണെന്ന് ചാപ്പകുത്തി. അതിലേക്ക്, ആ ലിസ്റ്റിലേക്ക് ആരൊക്കെ പെടുന്ന ആലോചിച്ചു. നബിദിനാഘോഷം കഴിക്കാത്തവർക്കൊന്നും നബി സ്നേഹമില്ല എന്നാണെങ്കിൽ ആ ലിസ്റ്റ് ഏതറ്റം വരെ പോകുന്നുള്ളത് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ എൻ്റെ സഹോദരങ്ങളെ, ഏറെ സ്നേഹത്തോടെ നമ്മൾ പറയാം, ഇവിടെ സത്യത്തിൽ 2025 ഇങ്ങനെ ഇരുന്ന് വിലയിരുത്തുമ്പോൾ ഇവിടെ പ്രവാചക സ്നേഹം കച്ചവടമാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞിട്ടൊരു മുടി കൊണ്ടുവന്ന്, വ്യാജ മുടി കൊണ്ടുവന്ന് വെച്ച് 1400 കൊല്ലം വളരാത്ത മുടി എന്റെ കയ്യിലുണ്ടത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 1/2 സെന്റിമീറ്റർ വളർന്നു. റൗള ഷരീഫിന്റെ പൊടി എൻ്റെ അടുത്തുണ്ട്. നബിന്റെ കാലത്തുള്ള ഉമിനീര് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇതെല്ലാം കലക്കി കുടിക്കി കുലുക്കി സർബത്താക്കി നിങ്ങൾക്ക് തരാൻ പോവുക. നിങ്ങൾ എല്ലാവരും ഇത് കുടിക്കാൻ വരണം ഈ റബീഉൽ അവ്വലിന്. എൻ്റെ സുഹൃത്തുക്കളെ, ഇവിടെ പച്ചയായി നബി സ്നേഹം, പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സിലുള്ള വികാരമായ പ്രവാചക സ്നേഹം വിറ്റ് പണമുണ്ടാക്കുന്ന ലയകുലൂന അംബാലന്നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അള്ളാന്റെ ദീനെന്ന് തെറ്റിക്കുന്ന ചില പണ്ഡിതന്മാര് വരും. ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ചൂഷണം ചെയ്യുന്ന പണ്ഡിതന്മാര് വരും. ശ്രദ്ധിച്ചോളൂ എന്ന് അള്ളാന്റെ ഖുർആനിനകത്ത്, എല്ലാവർക്കും ഉണ്ടല്ലോ ഈ ഖുർആൻ, അള്ളാന്റെ ഖുർആനിനകത്തുള്ള താക്കീതാണ്. അള്ളാഹുവിനെ ഏറെ ഭയപ്പെടുക, പ്രവാചകനെ ശരിയാവണ്ണം നമ്മൾ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോവുക, അള്ളാഹുവിന്റെ ദീന് ശരിയായി പഠിച്ചു മനസ്സിലാക്കി പകർത്തി മരിക്കുന്നതിന് മുമ്പ് നന്നായാൽ ഖബറിനകത്ത് നമുക്ക് രക്ഷപ്പെട്ട് ബർസഖ് ആനന്ദകരമാക്കാം.